റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി അർജുൻ ആയങ്കിക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയാണ്. കേസ് ഗൗരവതരമെന്നും കസ്റ്റഡി അനിവാര്യമെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തിൽ ഇടപെടാനും സാധ്യതയുണ്ട് എന്നും കോടതി പറയുന്നു. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, നിരവധി കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. വെറുമൊരു ഭീഷണിയായിരുന്നില്ല, ഒരു കൊലവിളിയാണ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് തന്റെ അന്ത്യം കാണുന്നതുവരെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാവും, അതിന് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ വലിയ കൊലവിളി ഭീഷണിയാണ് സോഷ്യൽ മീഡിയയിലൂടെ മുഴക്കിയത്. നിരവധി ആളുകളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിന്. എന്താണെങ്കിലും ആ ഒരു കുറ്റകൃത്യത്തിന്റെ ഗൗരവം കോടതി തിരിച്ചറിയുകയാണ്. അല്ലെ ശ്യാം, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഷിയാസ്, അർജുൻ ആയങ്കി നേരത്തെ തന്നെ നിരവധിയായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഏറ്റവും ഒടുവിൽ കോതമംഗലം SHOയെ CIയെ ഭീഷണിപ്പെടുത്തിയ കേസാണ് അർജുൻ ആയങ്കിക്കെതിരെ ചുമത്തിയത്. ഇത്തരമൊരു കേസ്, ആ കേസിലാണ് ഹൈക്കോടതി അർജുൻ ആയങ്കിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർജുൻ ആയങ്കി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. അർജുൻ ആയങ്കിക്കെതിരായ കേസ് ഗൗരവതരമാണ്. അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി അനിവാര്യമാണ്. കസ്റ്റഡിയിലെടുത്ത് അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അർജുൻ ആയങ്കിക്ക് ജാമ്യം നൽകിയാൽ അത് സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയാക്കും. മാത്രമല്ല, അർജുൻ ആയങ്കി അന്വേഷണത്തിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട് എന്നുകൂടി ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ അർജുൻ ആയങ്കി ശ്രമിക്കും എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. നേരത്തെ കോതമംഗലം പുന്നേക്കാട്ട് ഹോം സ്റ്റേയിൽ വെച്ചാണ് അർജുൻ ആയങ്കിയെയും സംഘത്തെയും സംഘടിത കുറ്റകൃത്യത്തിന് പദ്ധതിയിട്ടതിന് കോതമംഗലം SHO കസ്റ്റഡിയിലെടുത്തത്. ഇതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത കോതമംഗലം CI പ്രശാന്തിനെതിരെ പരസ്യമായ വധഭീഷണി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർജുൻ ആയങ്കി നടത്തിയത്. സമാധാനമായി പെൻഷൻ വാങ്ങി ശിഷ്ട ജീവിതം നയിക്കാൻ അനുവദിക്കില്ല, തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് കണക്ക് ചോദിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിയായിരുന്നു അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിലെടുത്ത കേസിലാണ് അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ സംബന്ധിച്ച തിരിച്ചടിയാണ്. അർജുൻ ആയങ്കി ഒരുപക്ഷെ ഇനി മുൻകൂർ ജാമ്യം വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കണം, അതല്ലെങ്കിൽ അന്വേഷണ പോലീസിന് മുന്നിൽ കീഴടങ്ങണം.